ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിക്കായിരുന്നു. താങ്കൾ എന്നെ ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇംഗ്ലീഷിലാണോ സംസാരിക്കേണ്ടത് അതോ മലയാളത്തിൽ മതിയോ? എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി, നിങ്ങൾ എന്നെ ഇത്ര ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്, ഇത്ര നല്ല വാക്കോട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. എൻ്റെ സുഹൃത്ത് ശ്രീ വി ഡി സതീശനെ സല്യൂട്ട് ചെയ്യുന്നു. ശ്രീ സന്തോഷ് കുമാർ കെറ്റത്ത്, നിങ്ങളുടെ അധ്യക്ഷ ശ്രീ ഇ പി ജോൺസൺ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലെ പ്രസിഡന്റ്, ശ്രീ ബാബുരാജ് എസ് മേനൻ, ജനറൽ സെക്രട്ടറി, ശ്രീ പുഷ്പരാജ് നായർ, ശ്രീ അബ്ദുള്ള മല്ലച്ചേരി, ശ്രീ ബാലകൃഷ്ണൻ തച്ചങ്കാട്, ഡോക്ടർ.രാജശ്രീ വാര്യർ, എല്ലാവരും അഭിമാനം നിങ്ങൾ പറഞ്ഞ പോലെ, ശ്രീ രാജേഷ് കുമാർ. എന്തായാലും നിങ്ങളെല്ലാ പ്രിയദർശിനി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ ഷാർജയിലെ ഭാരവാഹികളെ, അംഗങ്ങളെ, ഷാർജയില് ഇത് ഇന്ന് കേൾക്കുന്ന എല്ലാ മലയാളികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ അവാർഡ് സെറമണിയെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ കോവിഡിനെ എന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന സമയത്തിൽ, പക്ഷെ നമ്മൾക്ക് ഓരോരോ സ്ഥലത്ത് നിന്ന് കൂടിയിട്ട് ഈ വിദ്യാർത്ഥികളുടെ അക്കോംപ്ലിഷ്മെന്റ്സിനെ നമുക്ക് ആഘോഷിക്കാൻ ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നു. പ്രിയദർശിനി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ ഷാർജ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലെയും നല്ല മാർക്ക് വാങ്ങി വന്ന കുട്ടികളുടെ മുഖങ്ങളും നിങ്ങൾ തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ്സും നമ്മൾ കാണിച്ചു തന്നു കഴിഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് ഒരു അഭിവാദ്യം പറയാനുള്ളത് എന്താണ്, അവര് ഈ അച്ചീവ്മെന്റ്സ് ഈ കഷ്ടകാലത്തിൽ, ഈ കോവിഡ് മഹാമാരി സമയത്തിൽ ഇത് ചെയ്തതിന് ഒരു പ്രത്യേക നമ്മളൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാനുണ്ട്. നിങ്ങൾ ഈ എക്സലൻസ് അവാർഡ്സിനെ നിങ്ങളുടെ ശ്രീ PM മസൂദും ശ്രീ MK മാധവന്റെ പേരിലാണ് ഏർക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻസ് പ്രിയദർശിനിയുടെ പ്രവർത്തനത്തിന് 1983 മുതൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി അറിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെയും ഇന്ന് ഓർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പിന്നെ ഈ കുട്ടികളെ ആദരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ കുട്ടികളെ, ഈ വിദ്യാർത്ഥികളെ ഞാൻ എൻ്റെ വാം കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. അവര് ഈ കഷ്ടകാലത്തിൽ, ഈ ബുദ്ധിമുട്ടുള്ള സമയത്തിൽ, ഈ മഹാമാരി കൊണ്ടുവന്ന പല കൺസ്ട്രെയിൻസ്, പിന്നെ ലോക്ക്ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, സ്കൂളിലേക്ക് പോകാനും ഓൺലൈൻ ക്ലാസ് പഠിക്കാനും പല ഫിസിക്കൽ ആൻഡ് മെന്റൽ ചാലഞ്ചസ്, ഈ വെല്ലുവിളികൾ അവർ ഓവർകം ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഓരോരോ സ്ഥലത്തിലും ചില കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛനമ്മമാരുടെ ജോലി നഷ്ടപ്പെടല്, ചിലവർക്ക് അസുഖം വരല്, നമ്മൾക്കറിയാം ചിലവർക്ക് മരണം കൂടി സംഭവിച്ച ഒരു സ്ഥിതിയിലാണ് ഈ കുട്ടികൾ ഇത്ര ധൈര്യത്തോടെ പഠിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവര് കൊളുത്തിയ ഈ ദീപത്തിന് നമ്മൾ ശരിക്കും എല്ലാവരും തപ്പികൊട്ടണം. കൺഗ്രാറ്റുലേഷൻസ് ചിൽഡ്രൻ. നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ അച്ഛനമ്മമാരും എല്ലാവർക്കും എൻ്റെ വെരി വെരി വാം കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് മഹാമാരി സമയത്തിൽ നമ്മളുടെ എല്ലാ സമുദായത്തിലും, എല്ലാ നമ്മുടെ പൂർണ്ണ സമാജത്തിലും പല ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ വാർത്ത എത്തി, കേരളത്തിന് ഒരു അവാർഡ് കിട്ടി യുണൈറ്റഡ് നേഷൻസ്. പക്ഷെ നമുക്കറിയാം, ഞാൻ തന്നെ കേരളത്തിന്റെ ഈ കോവിഡ് മാനേജ്മെന്റിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് പുറത്ത് നടന്നൊരു വ്യക്തിയായ ശേഷം എനിക്കും വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഇപ്പോൾ കേരളം എല്ലാ ദിവസവും എണ്ണം കൂടി വരുന്നു. എത്ര ദിവസമായിട്ടാണ് നമ്മൾ ഹെഡ്ലൈൻ കാണുന്നത്, കേരളത്തിലാണ് കോവിഡ് എല്ലാം വെച്ച് കൂടുതൽ. ഇന്ത്യയിലത്തെ ഓരോരു സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട്സ് വരുമ്പോൾ കേരളത്തിനെ 1ാം സ്ഥാനത്ത് കാണുന്നത് വലിയൊരു സങ്കടമായി നമുക്ക് തോന്നുന്നു. നമുക്കറിയാം ഈ എക്കണോമിക് സിറ്റുവേഷൻ, നമ്മൾ ഇത് എല്ലാവർക്കും കണ്ട് വായിച്ച് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറയുമല്ലോ ഇപ്പോ ന്യൂ നോർമൽ, നമ്മൾ എല്ലാവരും ഒരു ന്യൂ നോർമലിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥി സമുദായത്തിന്റെ ബുദ്ധിമുട്ട്, അവർക്ക് സഹിക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഇന്ന് അക്നോളജ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ അർത്ഥം, അതിന്റെ വില ശരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനും എൻ്റെ ഓഫീസും എത്ര ആയിരക്കണക്കിന്റെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വന്നത്. പരീക്ഷകൾ ഉണ്ടാവുമോ, പരീക്ഷകൾ ഉണ്ടാവണോ? പല കോളേജും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും എന്നെ എഴുതി വിളിച്ച് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിന്റെ കുട്ടികൾ മാത്രമായിട്ട് ഒരു 2800 ഇമെയിൽ എനിക്കും എൻ്റെ ഓഫീസുകാർക്കും കിട്ടി. പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും കൂടി വിളിച്ച് സംസാരിച്ചിട്ട്
ആ പോസ്റ്റ്പോൺമെന്റ് വാങ്ങിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അഭിപ്രായം മാറ്റിയിട്ട് പരീക്ഷകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിച്ച ശേഷം നമുക്കറിയാം ഈ കേരള എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ എക്സാമിനേഷൻ KEAM ആ പരീക്ഷയിൽ എഴുതാനിരുന്ന കുട്ടികൾക്ക് പലവർക്കും കോവിഡ് അസുഖം വന്നു. ഇങ്ങനെയുള്ള കഷ്ടകാലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൽ ഈ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടാനുള്ള കണക്ഷൻ ഡിഫിക്കൽട്ടീസ്, ആക്സസ് ടു സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം അവർക്ക് അനുഭവിക്കും വന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് പോകുന്നത്. 12ാം ക്ലാസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ നാളെ കോളേജിൽ കയറുമ്പോൾ ഈ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു വിദ്യാർത്ഥി ജീവിതത്തിലാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി let me say it makes the accomplishments of the prize winners today all the more impressive and worth cherishing. അപ്പോൾ ഇത്ര ചാലഞ്ചിങ് കണ്ടീഷൻസിൽ നിങ്ങളുടെ എക്സലൻസ് അവാർഡ്സ് മേടിച്ച പിന്നെ പാസ്സായ കുട്ടികൾക്ക് they will have a bright journey ahead എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾ തന്നെ ഈ സംഘടനം എന്നോട് നേരിട്ട് പറഞ്ഞത് കൂടുതൽ വിദ്യാർത്ഥികളോടാണ് എൻ്റെ റിമാർക്സ് ഇന്ന് അഡ്രസ് ചെയ്യേണ്ടത്, നിങ്ങൾക്കല്ല. അപ്പൊ ഞാൻ കുട്ടികളോട് 2 വാക്ക് പറയാം, 2 അല്ല 3 ചെറിയ ഉപദേശങ്ങൾ പറയട്ടെ. കാരണം സമയം കൂടുതലില്ലെങ്കിലും വെബിനാർ വഴിക്ക് ആൾക്കാർക്ക് ദീർഘമായ പ്രഭാഷണങ്ങൾ കേൾക്കാനായിരിക്കും ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവർക്കും പിന്നെ വേർഡ്സ് ഓഫ് മോട്ടിവേഷൻ വേണമെന്ന് സംഘടനയുടെ നേതാക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ പരീക്ഷ പാസ്സായി എക്സലൻസ് അവാർഡ്സ് ജയിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ യു ഹാവ് ഓൾ ദ മോട്ടിവേഷൻ യു നീഡ്. നിങ്ങളുടെ ആ വിജയം നമ്മളെല്ലാവരും മുമ്പിലാണ്. അതുകൊണ്ട് മോട്ടിവേഷൻ അല്ല ഞാൻ തരാൻ പോണ 3 ചെറിയ ഉപദേശങ്ങൾ എന്ന് പറയാം. ഒന്ന്, യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു ഡ്രീം. സ്വപ്നം കാണാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ചു, പക്ഷെ സ്കൂൾ കാലത്തിൽ അച്ഛനമ്മമാരും ടീച്ചർമാരും പറഞ്ഞതിനെ നിങ്ങൾ നന്നായി പിന്നെ ശ്രദ്ധിച്ചിട്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ട്. സോറി, ഞാൻ പ്രസംഗിക്കുകയാണ്. ആരാണിത്? ആരാണ് ഇപ്പൊ എന്റെ ഇടയിൽ സംസാരിക്കുന്ന ഇടയില്? നിങ്ങൾ മറ്റേ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താൽ ഈ പ്രശ്നം. ശരി, അപ്പൊ ഞാൻ പറയേണ്ടായിരുന്നത് പിന്നെ ഈ കുട്ടികൾ സ്വപ്നം കാണാൻ പിന്നെ ധൈര്യമുണ്ടാവണം. കാരണം സ്കൂൾ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ അവർ ഇറങ്ങുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 2 വർഷം കൂടി പഠിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോകുന്ന കുട്ടികൾക്ക് അവർക്കറിയാം പിന്നെ അച്ഛനും അമ്മമാരുടെ പ്രതീക്ഷകളും എക്സ്പെക്ടേഷൻസിന്റെ പ്രഷറും നല്ലോണം ഉണ്ടാവും. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എല്ലാ മലയാളി അച്ഛന്മാർക്കും അമ്മമാർക്കും അതാണ് സ്വപ്നം. IAS ഓഫീസർ ആണെന്നും കൂടി ഇപ്പോൾ കൂടുതൽ ചിലർ പറയാനുണ്ട്. സതീശനും എനിക്ക് പറയും, ആരും പറയില്ല നീ പോയി രാഷ്ട്രീയക്കാരനാവാന്ന്. പക്ഷെ ഞങ്ങളും ചെയ്യുന്ന ജനസേവനം അത്ര മോശം കരിയറൊന്നും അല്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കണം നിങ്ങൾ തീരുമാനിക്കും. അച്ഛനും അമ്മയുടെയും ഉപദേശം കേട്ടിട്ട് അവസാനത്തിൽ നിങ്ങൾക്ക് ഫോളോ യുവർ ഓൺ ഡ്രീംസ് ആൻഡ് ആംബിഷൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ചോയ്സ് അവസാനത്തിൽ നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. വിദ്യാർത്ഥികൾ ഇന്നാണ്, നാളെ നിങ്ങൾ ജോലി എടുത്ത് കരിയർ പർസ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് രാവിലെ എണീച്ചിട്ട് ജോലിക്ക് പോണ്ടി വരുന്നത്. അച്ഛനും അമ്മയും ആ സമയത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ ജോലി ചെയ്തു തരാൻ. അതുകൊണ്ട് അവരുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങണ്ട. നിങ്ങളുടെ സ്വന്തം സ്വപ്നമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അച്ഛനും അമ്മയോട് സ്നേഹത്തോട് പറയാ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ്, ഇതാണ് നിങ്ങളുടെ താല്പര്യം. എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. ഇത് ഞാൻ 45 കൊല്ലം മുമ്പത്തെ കഥ പറയണമെങ്കിലും ഞാൻ പിന്നെ ഹൈസ്കൂളിൽ സ്ട്രീമിംഗ് ചെയ്യുമ്പോഴും കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പഠിക്കുമ്പോഴും ഞാൻ who is interrupting? I don't understand. Santosh, sir, you can speak in English because these children are all studied in English medium. So your message will be better in English, I think. Sorry to interrupt you. As you wish. Thank you. Thank you. മലയാളത്തിൽ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ 2 വാക്ക് പറഞ്ഞു. ശരി, I'll speak in English. So the first message to the kids is you must have the courage to dream. While you perform well in your test so far, the pressure may now grow for you to fulfill your parents' dreams, become a doctor, an engineer, an IAS officer, whatever. I hope you will continue to follow your dreams and ambitions and will not make choices just because they will make your parents happy. You must make your own choices because you are the ones who will have to get to work every day. Your parents won't be working for you.
make your choices based on your interests and avenues that you would like to pursue. And I would urge your parents to give you the space and support to allow you to follow your dreams so that you can walk your own path. I was blessed and privileged to have an enlightened set of parents. Nearly half a century ago, when I was streaming in high school and then entering college, I was always, unfortunately or otherwise, I was very good at taking examinations. I came first in every subject. So when I opted for humanities, my teachers actually called my parents to school and said, this is our best science student. He has come first in class since the 3rd grade in science. Why does he want to do humanities? And my parents, who had obviously wanted me to be a doctor, an engineer, like all the Malayali parents, they were very upset and they said, what's the matter with you? And I said, I don't like the subject. And they said, well, you've come first in it. And I said that as far as I'm concerned, I don't particularly care for the science subject. What I'm interested in is... Sorry, ആരൊക്കെയോ മലയാളത്തിൽ സംസാരിക്കാൻ പറയുന്നു ഇപ്പോൾ. ഞാൻ എന്താ ചെയ്യേണ്ടത്? മലയാളത്തിൽ മതി സാറേ. ഇംഗ്ലീഷ് നമുക്ക് ദഹിക്കില്ല. മലയാളികളാ നമ്മളല്ലോ. ആരും എന്നോട് പറഞ്ഞു മലയാളം സംസാരിക്കേണ്ട, ഇംഗ്ലീഷിൽ മാറ്റണം. ഞാൻ മലയാളം സംസാരിച്ചാൽ ഇംഗ്ലീഷിൽ. സന്തോഷ് ഇത് ടോട്ടലി ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ, മറ്റുള്ളവരുടെ അദ്ദേഹത്തെ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ പ്ലീസ്. അല്ല, ഇപ്പൊ 2 ഭാഗത്ത് ഇന്ററപ്ഷൻ ആയി. നിങ്ങളല്ലേ അധ്യക്ഷൻ, ഒന്ന് പറയൂ അധ്യക്ഷ, ഞാൻ എന്താ ചെയ്യേണ്ടത്? Sir, because you were addressing to the children, I thought the children would be better because these children are studied in Sharjah. They are better conversed in English. Okay, then I'm talking to them in English. Please ask everybody else to accept it. Please, sir, please. I'm just trying to say that ultimately, being good at taking exams is not good enough. You have to know what your dream is, or as the expression goes in English, follow your bliss, follow your own bliss, do what you want to do. Second, while you've proven your academic merit, you must also realize that your exams, your education system, particularly in school, focused on teaching you what to think. But far more important in life is to learn how to think, not what to think. Because what to think is what you do in school, you are taught, and you repeat what you have learned in your textbooks and from your teachers. But in the long term, you have to know how to think, because for example, in this world of artificial intelligence and machine learning, we are living in a world in which the fact remains that by the year 2030, according to the Oxford Martin School, 30% of the jobs in the world will be jobs that do not exist today. So you can't learn in a textbook how to do a job that doesn't exist today. By the time you are ready for that job in 10 years' time, it'll be a new job that doesn't exist, that is going to be invented between now and then. So what you need is not a well-filled mind full of facts and figures about things that already exist. It's a well-formed mind that actually guides you how to respond, how to understand, how to appreciate the issues that come up from unfamiliar subjects and unfamiliar challenges, including in fields that have not actually been invented yet in the post-COVID world. And finally, as future leaders of our country and our society, you must learn to seize the opportunities of the post-pandemic world. In many ways, we've seen during COVID how our societies have become more insular, more stratified, more hostile. There's been a rise in communalism, there's been a rise in social divisions. But we need, I think, to challenge that. Young students like yourselves who have lived in a society with people of different religions, different backgrounds, different castes, different languages, you must understand how important it is to be able to coexist across these divisions. And you must therefore learn from Sharjah, learn from your living in the UAE where so many nationalities mingle, that it is important for young students such as yourself to rise to the occasion and address the acute leadership deficiency that we're currently facing. The new world will need a new set of leaders to bring us back together. Individuals who, though rooted in their immediate localities, who are good Malayalis but are also good Indians and good citizens of the world. You must have the necessary vision and aptitude to think beyond your immediate borders. Young Turks who can revive and champion the idea that we as a community are stronger when we are all together. That is the lesson that I'm sure your leaders in Priyadarshini have set an example for. And I think that it's a lesson that we must teach those in India who
who are propagating the politics of hatred and division even today. You must work to bring us all together. Once again, those who have fallen under the categories of the marginalized, the discriminated against, the financially vulnerable, the socially chastised, you, the young people of today, the winners of the Excellence Awards of today, you must not just be good students, you must be good citizens, you must be problem solvers and change makers for a better India of tomorrow. അവസാനത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ ചെറിയ ഉപദേശം നിങ്ങളുടെ വിദ്യാർത്ഥികൾ കൊടുത്തത് നിങ്ങൾക്ക് കേൾക്കാനായിരുന്നു. ഈ 38 വർഷം പ്രിയദർശിനി പല വിധത്തിലും ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് ഈ കഷ്ടകാലം, ഈ മഹാമാരി സമയത്തിൽ നിങ്ങൾ പല ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഷാർജയോടൊപ്പം സഹകരിച്ചിട്ട് അതിനെല്ലാത്തിനും നിങ്ങൾക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസും കേരളത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ അംഗത്തിന്റെയും നന്ദി ഞാൻ പറയട്ടെ. നിങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങൾ, ഞങ്ങളുടെ വിശ്വാസങ്ങൾ, ഞങ്ങളുടെ ജനസേവന നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഷാർജയിൽ. ആ കേരളത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഐഡിയ ഓഫ് ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൽ ഒരിക്കലും കൂടി നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ അവാർഡ് നിങ്ങൾ ഇറക്കി നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളിങ്ങനെ എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് ഇനിയൊരു പ്രോത്സാഹനം കൊടുത്തിട്ട് മുന്നോട്ട് അവരെ പോകാനുള്ള എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരിക്കലും കൂടി കൺഗ്രാജുലേഷൻസ് ഓൾ ഓഫ് യു എന്നിട്ട് ഈ വാക്കുകൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചടങ്ങിനെ ഔപചാരികമായി